സംസാരിച്ചത്. അച്ചുവേട്ടന് ദേഷ്യം വരുമെന്ന് കരുതിയതേയില്ല. മോശമായി പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിച്ചു വിളിച്ച് സോറി പറഞ്ഞാലോ? അത്രയും ചിന്തിച്ചതും അവൾ വേഗം ഫോൺ എടുത്ത് ആയുഷിനെ വിളിച്ചു. എന്നാൽ തുടർച്ചയായി 2 വട്ടം ഫോൺ മുഴുവൻ റിങ് ചെയ്തിട്ടും അപ്പുറത്ത് ഫോൺ എടുത്തതേയില്ല. അളകയ്ക്ക് സങ്കടം വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേണുവേട്ടനെ വിളിച്ചു നോക്കാം. അവൾ വീണ്ടും ഫോൺ എടുത്തു. ഒറ്റ ബെല്ലിന് തന്നെ വേണു ഫോൺ എടുത്തു. പറയുമല്ലേ മോളെ? ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് വേണു ചോദിച്ചു. വേണുവേട്ടാ, ഫോൺ അച്ചുവേട്ടന് ഒന്ന് കൊടുക്കാമോ? അപ്പുറത്ത് വേണുവിൻ്റെ സ്വരം കേട്ടതും അളക പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഒത്തിരി ഫയൽ നോക്കാനുള്ളത് കൊണ്ട് ഇന്ന് ആ റൂമിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഞാൻ നാളെ രാവിലെ പറയാം അല്ലിക്കുട്ടി വിളിച്ചിരുന്നു എന്ന്. ശരി മോളെ, നാളെ വിളിക്കാം. അതും പറഞ്ഞു വേണു ഫോൺ ഓഫ് ചെയ്തു. അവൾ പതിയെ ബെഡിലേക്ക് കിടന്നു. അളകയ്ക്ക് നന്നായി സങ്കടം വന്നു. അവളൊരു തലയണ എടുത്തു വെച്ച് അതിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു. പിന്നെ അറിയാതെ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയി. വാതിലിൽ നിർത്താതെയുള്ള മുട്ട് കേട്ടാണ് അളക മിഴികൾ തുറന്നത്. അവൾ ഫോണെടുത്ത് സമയം എന്താണെന്ന് നോക്കി. 12:30. ഈ നേരത്ത് ആരാണ്? അവൾ വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ചങ്കൊന്നിടിച്ചു പോയി. അച്ചുവേട്ടൻ എന്താ ഈ നേരത്ത്? ഞാനേ എൻ്റെ ഭാര്യയായി കാണാൻ വന്നതാ. അവൻ വലത് കൈ കൊണ്ട് ഇടത് മീശയൊന്ന് പിരിച്ചു വെച്ചു. അച്ചുവേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, സോറി. അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു സോറിയുമില്ല. ഇന്നെൻ്റെ ഭാര്യ അവളുടെ ഭർത്താവിനെ ശരിക്കും അറിയാൻ പോവാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തവൻ അവളുടെ നേർക്ക് നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവളും പിറകോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി ബാക്കിലേക്ക് നീങ്ങാൻ സ്ഥലമില്ലല്ലോ എന്നോർത്ത് അവളുടെ ചങ്കിടിച്ചു. അതോടെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. തൻ്റെ തൊട്ടടുത്ത് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും ഉടൽ വിറച്ചുകൊണ്ടവൾ അവനെ ഒന്ന് നോക്കി. ആ പൂച്ച കണ്ണുകൾ തൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് ഇരുവശത്തും കൈകൾ കുത്തിക്കൊണ്ട് അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ നിശ്വാസം ഇപ്പോൾ തട്ടുന്നത് അവളുടെ മുഖത്താണ്. അവൻ നെറ്റി അവളുടെ നെറ്റിയിലേക്ക് മുട്ടിച്ചുകൊണ്ട് അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുകൊണ്ടൊന്നുരസി. വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കടിച്ചതുപോലെ അവളുടെ ശരീരമാകെ ഒന്ന് പ്രകമ്പനം കൊണ്ടു. ചുവരിൽ വച്ച കൈകളെടുത്ത് അവൻ അവളുടെ ഇരു ചെവികൾക്കും പിന്നിലായി പിടിച്ച് മുഖമൽപ്പം ഉയർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നന്ദ. പ്രണയം കൊണ്ട് പൂത്തുലഞ്ഞതുപോലെ അവൻ മെല്ലെ അവളെ വിളിച്ചു. ഒന്ന് മൂളാൻ പോലും അവൾക്കപ്പോ കഴിയുന്നുണ്ടായിരുന്നില്ല. നന്ദ, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ നീ. അവിടെ നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? പണ്ടത്തെ പോലെ പേടിയാണോ? അതോ ഇഷ്ടമാണോ? പ്രണയമാണോ? എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറ. മനുഷ്യന് പേടിച്ചിവിടെ നിൽക്കാൻ പോലും വയ്യ. അന്നേരമായി കണ്ട ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. പുറത്തേക്ക് ശബ്ദം വരാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. നന്ദ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറ, എന്താണ് നിനക്കെൻ്റെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നത്? എനിക്ക് പറ. സത്യമായിട്ടും എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതെന്താ നിനക്കൊന്നും കാണാൻ കഴിയാത്തത്? ആത്മാർത്ഥമായി നോക്കെൻ്റെ നന്ദ, തീർച്ചയായും കാണും. അവൾ വിറയാർന്ന കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം മുഖം താഴ്ത്തി. ഫോണിൽ കൂടെ പറയുമ്പോൾ ഇമ്മിണി വലിയ നാക്കായിരുന്നല്ലോ. നിന്റെ പേടിയെല്ലാം ഇന്നത്തോടെ ഞാൻ തീർത്തു തരും. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കണ്ണുകളിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അതോടെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ അവളെ ഒറ്റ വലിക്ക് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ചേർത്ത് പുണർന്നു. നന്ദ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഭർത്താവിൻ്റെതായ എല്ലാ അവകാശവും നിനക്ക് തരാൻ വന്നതല്ലേ ഞാൻ. നീ വിളിച്ചു വരുത്തിയതല്ലേ എന്നെ. ഇനി ഒരടി പോലും ഞാൻ പിന്നോട്ട് വയ്ക്കില്ല. നീ മാനസികമായി ഒന്ന് തയ്യാറെടുക്കട്ടെ എന്ന് കരുതി ഞാൻ അകലം പാലിച്ചതല്ലേ. അന്നേരം എൻ്റെ തലയിൽ കയറിയിരുന്ന് ചൊറിയാൻ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ നീ? അച്ചുവേട്ടാ, സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് ഇപ്പോൾ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാണ്. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തവൾ പറഞ്ഞു. അതോടെ ആയുഷ് പൊട്ടിച്ചിരിച്ചു. പേടിയല്ലേ? സാരമില്ല. അതെല്ലാം മാറ്റിത്തരാനല്ലേ നിന്റെ ഈ അച്ചുവേട്ടനുള്ളത്. തന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പുറകിലേക്ക് ആഞ്ഞു തള്ളി. ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞുകൊണ്ടവൾ ബെഡിന് മുകളിൽ കയറി നിന്നു. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഇങ്ങോട്ട് വാടി. ആയുഷ് കൈയെത്തിച്ച് അവളുടെ കയ്യിൽ പിടിക്കാനാഞ്ഞതും അളക ബെഡിൻ്റെ മറുവശത്തേക്ക് ചാടി. നന്ദ, നീ എന്നെ വെറുതെ ഓടിക്കേണ്ട. സത്യം പറഞ്ഞാൽ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതിരിക്കൂ. അതാണ് നിനക്ക് നല്ലത്. ആയുഷ് കട്ടിലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ അളക കട്ടിലിൻ്റെ അപ്പുറത്തേക്ക് പോകും. ആയുഷ് അപ്പുറത്തേക്ക് ചെന്നാലോ അളക ഇപ്പുറത്തേക്ക് വരും.
അങ്ങനെ രണ്ടുപേരും ഒരു അരമണിക്കൂർ കള്ളനും പോലീസും കളിച്ചു. ശരിക്കും പറഞ്ഞാൽ അളക ആയുഷിനെ ആ വലിയ റൂം മുഴുവൻ ഓടിച്ചു. ബെഡിൽ ചാടി കയറിയിട്ടും ബെഡിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ടും സോഫയുടെ മുകളിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിയിട്ടും ശരിക്കും ടോം ആൻഡ് ജെറി പോലെ. ആയുഷ് ശരിക്കും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. റൂമിനുള്ളിൽ രക്ഷയില്ലെന്ന് കണ്ടതും അവൾ ബാൽക്കണിയിലേക്ക് ഓടി. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബാൽക്കണിയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് അവനും ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇനി നീ എങ്ങോട്ടോടും, കാണട്ടെ ഞാൻ. അവൾ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അവനെ ദയനീയമായി നോക്കി. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ നിസ്സഹായതയോടെ നോക്കി നിന്നു അവൾ. ഓടാൻ ഇനി സ്ഥലമില്ലെന്ന് മാത്രമല്ല, ഓടി ഓടി തളർന്നും പോയിരുന്നു അവൾ. ഒരാശ്രയത്തിനെന്ന പോലെ അവൾ അവിടെ ചാരി നിന്ന് കിതച്ചു. അളകയുടെ തൊട്ടടുത്ത് വന്നു നിന്ന് അവളുടെ ഇരുതോളിലും കൈകൾ അമർത്തിക്കൊണ്ട് കാതോരം ചുണ്ടുകൾ ചേർത്തവൻ മെല്ലെ ചോദിച്ചു, എന്തേ ഓടുന്നില്ലേ? നീ ഇന്ന് എത്ര ഓടിയിട്ടും കാര്യമില്ലെൻ്റെ പെണ്ണെ. എന്നെ ഇത്ര നേരവും ഓടിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ തരും. ഇന്ന് ശരിക്കും നമ്മൾ ഒന്നാവുന്ന ദിവസമാണ്. അതും പറഞ്ഞുകൊണ്ടവൻ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ അവളെ എടുത്ത് തോളിലിട്ടുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഒന്ന് പിടയാനോ കുതറാനോ തളർന്നു പോയ അവളുടെ ശരീരത്തിന് ആവതില്ലായിരുന്നു. അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവളുടെ ചാരത്തായി കിടന്നുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മുടിയിഴകളെ ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ടവൻ അവളുടെ അല്പം വിടർന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബന ലഹരിയിൽ അവളുടെ ശരീരം കോരിത്തരിച്ചു പോയി. അവൻ്റെ കൈവിരലുകൾ അവളിലെ പെണ്ണിനെ തഴുകി ഉണർത്തിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ അവളും അവനിലെ വികാരത്തിനടിമയായി. തൻ്റെ ഉടയാടകൾ തന്നിൽ നിന്നും അകന്നു പോകുന്നത് അറിയുന്നുണ്ടെങ്കിലും അവൻ അവളിൽ തീർത്ത മാന്ത്രിക ജാലത്തിൽ അടിമപ്പെട്ടു പോയിരുന്നു അവളന്നേരം. നന്ദ, കാതരമായിരുന്നു ആ സ്വരം. ആ നിമിഷം അവളൊന്ന് കുറുകി. അവളിലെ സ്നിഗ്ധത അറിഞ്ഞുകൊണ്ടവൻ മെല്ലെ മെല്ലെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ടവർ ആ രാത്രിയെ വേദനയും മധുരവും ഉള്ളതാക്കി മാറ്റി. ഒടുവിൽ വിയർത്തു കുളിച്ച അവൻ്റെ മാറിൽ തളർന്നു വീണു അളക. ഒരു പുതപ്പിനടിയിൽ അവളെയും മാറോട് ചേർത്തവൻ ഉറക്കത്തിലേക്ക് വീണു. അന്നേരം ദൂരെ എവിടെ നിന്നോ നേരം പുലർന്നതിൻ്റെ ലക്ഷണമെന്നോണം കോഴികൾ കൂവുന്നുണ്ടായിരുന്നു. നേരം വെളുത്തത് അറിയാതെ അവൾ അവൻ്റെ മാറിൽ തളർന്നുറങ്ങുകയാണ്. അവൻ പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നീക്കിക്കിടത്തി. പുതപ്പ് കൊണ്ട് നന്നായി പുതപ്പിച്ചുകൊണ്ടവൻ അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. പിന്നെ ടർക്കിയുമെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. വിസ്തരിച്ചൊരു കുളിയും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പോടെ അളക ബെഡിലിരിക്കുന്നുണ്ട്. അവൻ്റെ നേർക്ക് നോക്കുക പോലും ചെയ്യാതെ അവൾ വാഷ്റൂമിനടുത്തേക്ക് നടന്നു. നിൽക്ക്, ഞാനൊന്ന് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന ഓർമ്മയൊന്നുമില്ലാതെ എവിടേക്കാ ചാടിക്കയറി പോകുന്നത്? അതും ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മുന്നിൽ വഴി തടഞ്ഞു നിന്നു. മുഖം താഴ്ത്തി നിന്നതല്ലാതെ അവൾ അവനെ ഒന്ന് നോക്കിയത് പോലുമില്ല. എൻ്റെ നന്തൂട്ടിക്ക് അച്ചോട്ടനോട് പിണക്കമാണോ? അവൻ അങ്ങനെ ചോദിച്ചതും കയ്യിലെ മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സ് താഴെയിട്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ആ നെഞ്ചിൽ മുഖം ചേർത്തവൾ പൊട്ടിക്കരഞ്ഞു. ആയുഷിൻ്റെ നനഞ്ഞ നെഞ്ചിലെ രോമങ്ങളിലെ നീർത്തുള്ളികൾ അവളുടെ മുഖമാകെ പരന്നു. അതോടെ അവനും അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, എൻ്റെ നന്ദ ഇത്രയേ ഉള്ളൂ? പോട്ടെ, സാരമില്ല എൻ്റെ കുഞ്ഞല്ലേ, കരയില്ലടാ. കുളിച്ചിട്ട് വേഗം വാ, നമുക്ക് ഓഫീസിൽ പോകാം. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ നെറുകയിൽ മുഖം ചേർത്തു. എന്നിട്ട് താഴെ വീണ് കിടക്കുന്ന അവളുടെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് അവൻ തന്നെ അവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചു. കോളേജിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് പൂജ. പെട്ടെന്നാണ് അവളുടെ അടുത്ത് ഒരു കാർ വന്നു നിന്നത്. സൈഡ് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു തല പുറത്തേക്ക് വന്നു. റോഡിൽ ഒതുങ്ങി നടക്കൻ്റെ കൊച്ചെ, വല്ല വണ്ടിയും കയറി ഇറങ്ങിയാൽ റോഡിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും മനുഷ്യന്മാർക്ക് പണിയുണ്ടാക്കാൻ. പൂജ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അയാളെ നോക്കി. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? ഇനിയും ഒതുങ്ങിയാൽ ഞാൻ ഈ മതിലിൽ കയറുമല്ലോ. അവൾ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓഹോ, അപ്പോൾ ഞാൻ കണ്ടത് ശരിയല്ലെന്നാണോ കുട്ടി പറയുന്നത്? ശരിയല്ല, തനിക്ക് നേരെ പോയാൽ പോരെ? അവൾ റോഡിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. പിന്നെന്തിനാ ഇയാൾ ഈ സൈഡിലേക്ക് കാറ് കൊണ്ടുവന്നത്? നിന്നെ കാണാൻ. അവളുടെ മിഴികൾ ദേഷ്യം കൊണ്ട് ചുവന്നു. തന്നെന്ന്, ഞാൻ നിന്നെ കാണാൻ വന്നതാ. താൻ എന്തിനാ എന്നെ കാണുന്നത്? എനിക്കെന്താ നിന്നെ കണ്ടൂടെ? എൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ നിന്റെ സമ്മതം വേണോ? അതോടെ ശരിക്കും പൂജയുടെ സമനില തെറ്റുമെന്നായി. താനൊന്ന് പോകുന്നുണ്ടോ? അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. എന്നാൽ അടുത്ത നിമിഷം ഡോർ തുറന്നിറങ്ങിയ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വന്ന് കാറിൽ കയറ്. അയാൾ പിടിമുറുക്കിയ തൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പൂജ അലറി.
കൈയെടുക്കടോ, എൻ്റെ കയ്യിൽ പിടിക്കാൻ താനാരാ? ഞാനിവിടെ കിടന്ന് ഒച്ച വെച്ചാൽ താൻ ശരിക്കും വിവരമറിയും. അതോടെ അവൻ കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി. ഗൗതം സാർ. അവളുടെ ചുണ്ടുകളിൽ നിന്നും ആ പേര് ഉതിർന്നു വീണു. യെസ്, ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ ഗൗതം ചന്ദ്. ഇനി കാറിൽ കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. സാർ, ഞാൻ ആളറിയാതെ, സോറി സാർ. അവൾ വേഗം കാറിൻ്റെ ബാക്ക് ഡോർ തുറക്കാൻ നോക്കി. ഇവിടെയല്ല, അവിടെ. പൂജ പെട്ടെന്ന് അപ്പുറത്തേക്ക് കടന്ന് കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അതോടെ ഗൗതം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. ഇതാ ചൂടൻ പോലീസാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ. ഇയാളെന്താ യൂണിഫോമും ജീപ്പും ഇല്ലാതെ കാറിൽ? ഈശ്വരാ, എന്നെ പോലീസ് പിടിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പൂജയുടെ മനസ്സിൽ പലവിധ ചിന്തകൾ മിന്നിമറഞ്ഞു.